എന്നാലും ഇങ്ങനെയുള്ള കാരണങ്ങളാൽ തൊഹൂറായ വെള്ളത്തിൽ വല്ല മാറ്റവും സംഭവിച്ചാൽ ലം യുക്റഹ്, ആ വെള്ളം ഉപയോഗിക്കൽ കറാഹത്തില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ആകത്തുക. ഇനി മറ്റൊരു മസ്അല, വൈനിസ്തുഇമില ഫീ ത്വഹാറത്തിൻ മുസ്തഹബ്ബത്തിൻ കതജ്ദീദി വുളൂഇൻ വഗുസ്ലി ജുമുഅത്തിൻ വഗുസ്ലത്തിൻ സാനിയത്തിൻ വസാലിസത്തിൻ കുരിഹ. ഇനി വൈനുസ്തുഇമില, ഈ തൊഹൂറായ വെള്ളം തന്നെ ഉപയോഗിക്കപ്പെട്ടാൽ, ഉസ്തുഇമില ഉപയോഗിക്കപ്പെട്ടു, ഇസ്തഅമല ഉപയോഗിച്ചു, ഉസ്തുഇമില ഉപയോഗിക്കപ്പെട്ടു. വൈനിസ്തുഇമില, തൊഹൂറായ വെള്ളം ഉപയോഗിക്കപ്പെട്ടാൽ എന്തിന്? ഫീ ത്വഹാറത്തിൻ മുസ്തഹബ്ബത്തിൻ, മുസ്തഹബ്ബായ സുന്നത്തായ ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടാൽ. ഫർളായ ശുദ്ധീകരണമുണ്ട്, സുന്നത്തായ ശുദ്ധീകരണമുണ്ട്. ഒതു ഇല്ലാത്ത ഒതു ചെയ്യുന്നു, അത് ഫർളായ ശുദ്ധീകരണമാണ്. ജനാബത്ത് കാലം കുളിക്കുന്നു, ഹൈല് മുറിഞ്ഞ പെണ്ണ് കുളിക്കുന്നു, നിഫാസ് അവസാനിച്ച സ്ത്രീ കുളിക്കുന്നു, അതൊക്കെ വാജിബായ ത്വഹാറത്താണ്. എന്നാൽ മുസ്തഹബ്ബായ ത്വഹാറത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒതു ഉള്ള ഒരാൾ വീണ്ടും ഒതു ചെയ്യുന്നു, അപ്പം അത് വാജിബായതല്ല. അല്ലെങ്കിൽ ഒതു എടുക്കുമ്പോൾ തന്നെ ഒന്നിലേറെ തവണ കഴുകുന്നു, ഒന്നാമത്തെ കഴുകലാണ് വാജിബ്, രണ്ടാമത്തെ മൂന്നാമത്തൊന്നും വാജിബല്ല. അങ്ങനെയുള്ള മുസ്തഹബ്ബായ ത്വഹാറത്തിന് വേണ്ടി ഈ വെള്ളം ഉപയോഗിക്കപ്പെട്ടാൽ, ഉദാഹരണം കതജ്ദീദി വുളൂഇൻ, കതജ്ദീദി വുളൂഇൻ, വുളൂഇനെ പുതുക്കുന്നത് പോലെ. തജ്ദീദ് പുതുക്കൽ, ജദ്ദദ ജദീദ്, ജദീദ് പുതിയത്, ജദ്ദദ പുതുക്കി, തജ്ദീദ് പുതുക്കൽ. കതജ്ദീദി വുളൂഇൻ, വുളൂഇനെ പുതുക്കും പോലെ. വഗുസ്ലി ജുമുഅത്തിൻ, ജുമുഅയുടെ കുളി പോലെയും. ജുമുഅ കുളി സുന്നത്താണ് എന്ന പ്രബല അഭിപ്രായ പ്രകാരം. എന്നാൽ ജുമുഅ കുളി വാജിബാണെന്ന് പറഞ്ഞവരുണ്ട്. ഹദീസിൻ്റെ ബാഹ്യമായ പ്രയോഗപ്രകാരം ജുമുഅ കുളി വാജിബാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ജുമുഅയുടെ കുളി വാജിബല്ല, അത് സുന്നത്താണ്. ഹദീസ് പറഞ്ഞ മൻ അത്തൽ ജുമുഅത്ത ഫൽയഗ്തസിൽ, മൻ അത്തൽ ജുമുഅത്ത, വല്ലവനും ജുമുഅക്ക് വന്നാൽ ഫൽയഗ്തസിൽ, അവൻ കുളിക്കട്ടെ എന്നാണ് ഹദീസ് പ്രയോഗം. അപ്പോൾ ഫൽയഗ്തസിൽ എന്നത് അമ്രാണ്, കൽപ്പനാക്രിയയാണ്. കൽപ്പനാക്രിയ അടിസ്ഥാനപരമായി നിർബന്ധമാണ് എന്ന അർത്ഥമാണ് ഉണ്ടാവുക. ഇനി ഒരു അമ്ര നിർബന്ധമല്ല എന്ന് വാദിക്കണമെങ്കിൽ അത് തെളിവ് വേണമെന്നാണ്. അസ്ലു അൽ അംറു ലിൽ വുജൂബ്, നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു തത്വമാണത്. അൽ അംറു ലിൽ വുജൂബ്, അതാണ് അടിസ്ഥാന നിയമം, പ്രബലമായ അഭിപ്രായം. അതിന് വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ പ്രബലമായ അഭിപ്രായം അൽ അംറു ലിൽ വുജൂബ്, അല്ലെങ്കിൽ അൽ അംറു യഖ്തദി അൽ വുജൂബ്. അപ്പം അമ്ര, ഒരു കൽപ്പനാക്രിയ ഖുർആനിലോ ഹദീസിലോ വന്നാൽ ആ കാര്യം വാജിബാണ്, നിർബന്ധമാണ് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. കാരണം ചെയ്യണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അള്ളാഹിൻ്റെ കൽപ്പനയാണ്. അപ്പം അല്ലാഹു തആല അടിമകളോട് ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം നിർബന്ധമായും ചെയ്യണം. അതാണ് ഒന്നാമത്തെ അർത്ഥം. അമ്രിൻ്റെ അസ്ലിയായ അടിസ്ഥാനമായ അർത്ഥം വുജൂബാണ്. എന്നാൽ ഒരു അമ്ര വുജൂബിനല്ല എന്ന് വാദിക്കണമെങ്കിൽ അതിന് വേറെ തെളിവ് വേണം. ഖുർആനിൽ വന്ന എല്ലാ അമ്രും വുജൂബിനാണോ ചോദിച്ചാൽ അല്ല, എല്ലാ അമ്രും വുജൂബിനല്ല. വുജൂബ് അല്ലാത്ത അർത്ഥത്തിൽ ഖുർആനിലും ഹദീസിലും ധാരാളം അമ്രുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അസ്ലിയായിട്ട് ഇതിന് മഅന എന്ത്? വാജിബ് എന്നാണോ, മുസ്തഹബ് എന്നാണോ, അനുവദനീയമെന്നാണോ എന്ന ചർച്ചയിൽ പ്രബലാഭിപ്രായം അമ്ര വുജൂബിനെ കുറിക്കുന്നു. അപ്പോൾ ഒരു അമ്ര കണ്ടാൽ അത് വാജിബാണെന്ന് പറയാൻ വേറെ തെളിവ് ആവശ്യമില്ല. ഇവിടെ അമ്ര കണ്ടു, ഒരു കൽപ്പനാക്രിയ ഖുർആനിലോ ഹദീസിലോ കണ്ടു, ആ ഹദീസ് മാത്രം വെച്ച്, ആ ആയത്ത് മാത്രം വെച്ച് ആ കാര്യം വാജിബാകുന്നു എന്നൊരാൾ പറഞ്ഞാൽ വാജിബാന്ന് പറയാൻ തെളിവുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തെളിവ് ഇത് മതി. വാജിബ് അല്ല എന്ന് വേറൊരുത്തം പറഞ്ഞു, അവനോട് ചോദിക്കാം ഇത് വാജിബ് അല്ല എന്ന് പറയാൻ എനിക്ക് തെളിവെന്താണ്. ഉദാഹരണം നബി തങ്ങൾ പറഞ്ഞു, സ്വല്ലു ഖബ്ലൽ മഗ്രിബ്, മഗ്രിബിന് മുമ്പ് നിങ്ങൾ നിസ്കരിക്കുവീൻ. സ്വല്ലു, അത് കൽപ്പനാക്രിയയാണ്. മഗ്രിബിന് മുമ്പ് നിങ്ങൾ നിസ്കരിക്കുവീൻ. സ്വല്ലു ഖബ്ലൽ മഗ്രിബ്, സ്വല്ലു ഖബ്ലൽ മഗ്രിബ്, 3 വട്ടം പറഞ്ഞ നബി തങ്ങൾ.
നാലാമത് പറഞ്ഞു സല്ലു ഖബലൽ മഗ്രിബ് ലിമൻ ഷാഅ, ഉദ്ദേശിക്കുന്നവർ ചെയ്യട്ടെ. അപ്പൊ എന്ത് മനസ്സിലായി? ലിമൻ ഷാഅ പറഞ്ഞതോടുകൂടി നിർബന്ധമല്ല എന്ന് കിട്ടി. നിർബന്ധമാണെങ്കിൽ ലിമൻ ഷാഅ എന്ന് പറയില്ല. അപ്പൊ ലിമൻ ഷാഅ എന്ന് ഉപയോഗിച്ചു. അപ്പൊ സല്ലു എന്ന കൽപ്പനാക്രിയ അവിടെ വാജിബായ അർത്ഥത്തിലല്ല എന്ന് പറയാൻ തെളിവെന്താണ്? ലിമൻ ഷാഅ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് തെളിവാണ്. ചിലപ്പോൾ നബിയുടെയോ സഹാബത്തിൻ്റെയോ ഫിഅല് വന്നു, അത് തെളിവാകും. കാരണം വാജിബാണെങ്കിൽ നബി അത് ചെയ്യാതിരിക്കൂല. അപ്പോൾ ഈ കൽപ്പനാക്രിയ ഉപയോഗിച്ച സംഗതി തന്നെ നബി ചെയ്യാതിരുന്നു, ചെയ്യാൻ തടസ്സമില്ലാഞ്ഞിട്ടും. ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, ചിലപ്പോൾ ചെയ്യാൻ തടസ്സമുണ്ടാവും. തടസ്സമുണ്ട്, അതുകൊണ്ട് ചെയ്തില്ല എങ്കിലും അത് പൊതു നിയമമായി എടുക്കാൻ പറ്റില്ല. ചെയ്യാൻ തടസ്സങ്ങളൊന്നുമില്ല എന്നൊരു നബി ചെയ്തില്ല. അപ്പം മനസ്സിലാക്കാം അത് ചെയ്യാതെക്കാനും വകുപ്പുണ്ട്, ചെയ്യൽ നിർബന്ധമില്ല. അപ്പം അമ്ര അസ്ലിയായ അമ്രിൻ്റെ അർത്ഥം വുജൂബാണ്. എന്നാൽ ആ ഒരു അമ്ര് വുജൂബല്ല എന്ന് വാദിക്കാൻ ചിലപ്പോൾ അതിൽ അധികമായ തെളിവുകൾ എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെ തെളിവ് വന്നാൽ ആ അമ്ര് വുജൂബിനല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ജുമുഅയുടെ വിഷയത്തിൽ നബി തങ്ങൾ പറഞ്ഞു മൻ അത്തൽ ജുമുഅത ഫൽയഗ്തസിൽ. മൻ അത്തൽ ജുമുഅ, വല്ലവനും ജുമുഅക്ക് വന്നാൽ ഫൽയഗ്തസിൽ, അവൻ കുളിക്കട്ടെ. ലിയഗ്തസിൽ കൽപ്പനാക്രിയയാണ്, അമ്രാണ്. അപ്പോൾ ഫൽയഗ്തസിൽ എന്ന ആ കൽപ്പനാക്രിയ പ്രകാരം കുളിക്കൽ നിർബന്ധമാണ് എന്നാണ് ബാഹ്യമായ അർത്ഥം. ഇനി നിർബന്ധമല്ല എന്ന് മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരും പറയുന്നു. മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരും പറയുന്നത് നിർബന്ധമല്ല. അപ്പൊ നബി പറയാ ഫൽയഗ്തസിൽ, പണ്ഡിതന്മാർ പറയാ അവിടെ നിർബന്ധമില്ല. അപ്പൊ നബി നിർബന്ധം ഇട്ട് പണ്ഡിതന്മാർ നിർബന്ധം ചെയ്യാൻ പറ്റുമോ? അത് പറ്റൂല. അത് പറഞ്ഞാൽ പിന്നെ പണ്ഡിതന്മാർ സ്വീകരിക്കാൻ പറ്റില്ല. നബി പറഞ്ഞ ഫൽയഗ്തസിൽ എന്ന അമ്ര് വുജൂബായും കുളിക്കണമെന്ന അർത്ഥത്തിലല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞ അർത്ഥം. അല്ലാതെ പണ്ഡിതന്മാരും ഒക്കെ അവിടെ കൂടിയിട്ട് നബി വാജിബാ പറയണമെങ്കിലും തൽക്കാലം ഇപ്പോൾ വാജിബാകണ്ട എന്ന് തീരുമാനിച്ചതല്ല. അങ്ങനെ തീരുമാനിച്ച് നമ്മൾ അംഗീകരിച്ചാൽ അവിടെ വകുപ്പന്നെ മാറിപ്പോയി, അത് ഈമാനെ വരെ ബാധിക്കുന്ന കാര്യമാണ്. എന്നാൽ ഫൽയഗ്തസിൽ എന്ന അമ്ര് വുജൂബായ അർത്ഥത്തിലുള്ള അമ്രല്ല എന്നാണ് പണ്ഡിതന്മാർ അവിടെ പറയുന്നത്. കാരണം സമാനമായി വന്ന ചില ഹദീസൊക്കെ പരിശോധിക്കും. അപ്പോൾ ചില ഹദീസിലെങ്കിലും അങ്ങനെയല്ലാതെ പ്രയോഗിച്ചത്. ചില ഹദീസിൽ സ്വഹാബി ഉസ്മാൻ അഫ്ഫാൻ കുളിക്കാ ജുമുഅക്ക് വന്ന ഹദീസ് കാണാം. ഉമർ ഖത്താബ് ഖുത്ബ നിർവഹിക്കുമ്പോഴാണ് ഉസ്മാൻ അഫ്ഫാൻ കയറി വന്നത്. ബാങ്ക് വിളിച്ച് ഖുത്ബ തുടങ്ങിയ ശേഷം ഉസ്മാൻ അഫ്ഫാൻ പള്ളിയിൽ കയറി വന്നു. അപ്പോൾ ഉമർ ഖത്താബ് ഖലീഫയാണ്. അപ്പോൾ ഉമർ ഖത്താബ് മിമ്പറിൽ ചോദിച്ചു അയ്യത്തു സഅത്തിൻ ഹാദിഹി, ഈ സമയത്താണോ ജുമുഅക്ക് എന്ന് ചോദിച്ചു. ഇപ്പോഴാണോ ജുമുഅക്ക് വരിക എന്ന് മിമ്പർ ഖത്തീബ് ചോദിച്ചു. അപ്പോൾ ഉമർ ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞു ഞാൻ തോട്ടത്തിൽ കുറിച്ച് പണിയിലായിരുന്നു, സമയം അറിയാൻ സംവിധാനം ഉണ്ടായില്ല. ബാങ്ക് കേട്ടപ്പോഴാണ് അത്രയും സമയമായി എന്ന് മനസ്സിലായത്. അപ്പം ഞാൻ വേഗത്തിൽ വുളൂ ചെയ്ത് പള്ളിയിലേക്ക് വന്നത്. കുളിക്കാൻ നിന്നിട്ട് ഞാൻ കുളിക്കാൻ നിന്നാൽ പിന്നെയും സമയം വൈകും. അവിടെ കുളിക്കാൻ നിൽക്കാതെ ഞാൻ ആ ബാങ്ക് കേട്ടപ്പോൾ എത്രയും പെട്ടെന്ന് വുളൂവും ചെയ്തിട്ട് പള്ളിക്ക് വന്നതാണ്. അപ്പോൾ ഉമർ ഖത്താബ് ചോദിച്ചു ഫൽ വുളൂ അയ്ലാ, ആഹാ വുളൂ മാത്രമേ ചെയ്തിട്ടുള്ളൂ, കുളിച്ചിട്ടില്ലേ? നബി ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ ജുമുഅക്ക് വന്നാൽ കുളിക്കണമെന്ന്? അത് ഉസ്മാൻ അഫ്ഫാനും അറിയാം. പക്ഷേ അത് അറിഞ്ഞിട്ടും ഉസ്മാൻ അഫ്ഫാൻ കുളിക്കാതെ വന്നു. അപ്പം കുളിക്കൽ വാജിബാണെങ്കിൽ കുളിക്കാതെ അദ്ദേഹം വരൂല. അപ്പോൾ ഉസ്മാൻ അഫ്ഫാനെ പോലത്തെ സുഹാബി ചെയ്തപ്പോൾ അത് വുജൂബല്ല എന്ന ശക്തമായ സുന്നത്താണ്. ആ സുന്നത്ത് എടുക്കാൻ നിന്നാൽ ഒരു പക്ഷേ ഇവിടെ ഫർദിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ആ സുന്നത്ത് വേണ്ട വെച്ചിട്ട് ജുമുഅയിലേക്ക് അദ്ദേഹം വന്നതാണ് എന്ന് മനസ്സിലാക്കാം. ഖുതുബ സംസാരം പറ്റുന്ന മനസ്സിലായി. ഒരുപാട് കാര്യം കിട്ടിയതിൽ ഖത്തീബാണ് ചോദിക്കുന്നത്. അപ്പോൾ ഖത്തീബിന് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. ആ ഹദീസ് വിശദീകരിച്ചത് പറഞ്ഞു. ഖത്തീബിന് വേണമെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമുള്ള നിയമത്തെ വേണമെങ്കിൽ പഠിപ്പിക്കാം, ഉപദേശങ്ങൾ നൽകാം. അതേപോലെ വേണമെങ്കിൽ ചില ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാം എന്നൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ അത് പറ്റില്ല. ഖത്തീബിനോട് വേണമെങ്കിൽ അങ്ങോട്ട് ചോദിക്കാം, ഖത്തീബിനോട് അങ്ങോട്ട് വേണമെങ്കിൽ ചോദിക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അലീബി അബി ഖുത്ബ എടുക്കുമ്പോഴാണ് ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരാൾ എഴുതുന്നു അൻത ഹഖ്ഖു ബിത്തഖ്വല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കുവീൻ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ നിങ്ങളാണ് അല്ലാഹനെ സൂക്ഷിക്കേണ്ടത് പറഞ്ഞു. നിങ്ങൾ ഇത്തഖുല്ലാഹ് പറയില്ല, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം എന്നാണ്. വമാ അറത്ത് ഇല്ല നസീഹ, ഞാൻ നസീഹത്തോട് പറയുകയാണെന്ന് പറഞ്ഞു. ഗുണകാംക്ഷ കൊണ്ട് പറയുകയാണ്, ഞങ്ങളോടല്ല ഇത്തഖുല്ലാഹ് പറഞ്ഞിട്ട് നിങ്ങളാണ് അല്ലാഹനെ സൂക്ഷിക്കേണ്ടത്.
അപ്പം അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു എനിക്ക് നസീഹത്തില്ല, ഗുണകാംക്ഷയല്ല. ഗുണകാംക്ഷയാണെങ്കിൽ ഇങ്ങനെയല്ല പറയേണ്ടത്. എൻ്റെ അടുത്ത് അബദ്ധമുണ്ടോ നിനക്ക് എന്നെ വന്ന് കണ്ട് എന്നോട് പറയാം. ഇത് ഇവിടുന്ന് പറയുമ്പോൾ ഖലീഫയെപ്പോലും ചോദ്യം ചെയ്യാൻ മാത്രം ധൈര്യമുള്ള ആളാണ് എന്ന ആളുകൾക്കിടയിൽ ഒരു പേര് കിട്ടാൻ വേണ്ടി പറഞ്ഞാൽ അത് നസീഹത്തല്ല. കാരണം ഭരണാധികാരി ഉപദേശിക്കൽ അങ്ങനെയല്ല. ഭരണാധികാരി ഉപദേശിക്കാൻ പാടില്ല, ഉപദേശിക്കാം. പക്ഷേ നേരിട്ട് പറയാൻ വകുപ്പുണ്ടോ? നേരിട്ട് പറയാം. നേരിട്ട് പറയാൻ കഴിയില്ല, അദ്ദേഹത്തേക്ക് എത്തിക്കാൻ എന്താണോ വഴി അത് ചെയ്യാം. അദ്ദേഹത്തെ എത്തിക്കാവുന്ന വഴികളുണ്ടാവുമല്ലോ, ആ വഴികൾ ഉപയോഗിച്ചുകൊണ്ട് എത്തിക്കാം. അല്ല ജലമദ്യം അയാളെ പറ്റി മോശമായി പറയാന്നുള്ളത് നസീഹത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ അത് ഖുത്ബയിൽ നടന്നൊരു സംസാരമാണ്. സമാനമായ ഒരുപാട് സംഭവങ്ങൾ കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടക്കുമ്പോഴാണ് സുലൈഖുൽ ഗത്ഫാനി എന്ന് പറയുന്ന സ്വഹാബി കയറി വന്നു. അദ്ദേഹം നേരെ പള്ളിയോടെ ഇരുന്നു. നബി ഖുത്ബ നിർവഹിക്കുന്നു. അപ്പം നബി ചോദിച്ചു, യാ സുലൈഖ് അസ്വല്ലൈത, സുലൈഖെ നിസ്കരിച്ചോന്ന് ചോദിച്ചു. തഹിയ്യത്ത് നിസ്കരിച്ചോ? ഇല്ല. എന്നാൽ എനിക്ക് നിസ്കരിക്ക്. കും ഫർക റകഅത്തൈൻ വതജവ്വസ് ഫീഹിമ, രണ്ടരക്കാ നിസ്കരിക്ക്, അത് ഏറ്റവും ചുരുക്കി നിസ്കരിച്ചാൽ മതിയാണ്. അപ്പം അദ്ദേഹം എഴുന്നേറ്റു രണ്ടരക്കാ തഹിയ്യത്ത് നിസ്കരിച്ചു. അപ്പം ഈ സംസാരം ഖുത്ബയ്ക്കിടയിലാണ് നടന്നത്. അപ്പം ഖുത്ബയിൽ അങ്ങനെ ഖത്തീബിന് നിർദ്ദേശങ്ങൾ നൽകാം, ആളുകളെ പഠിപ്പിക്കാം. അത് ഒരു വ്യക്തിക്ക് മാത്രമുള്ള നിയമമാണെങ്കിൽ പോലും ഖത്തീബിന് വേണമെങ്കിൽ അത് ഖൈർ കണ്ടാൽ അതിനെ പറഞ്ഞു കൊടുക്കാം. അതൊന്നും വിരോധമില്ല എന്നിതിൽ നിന്ന് മനസ്സിലാക്കാം. പറയാം, ഖുത്ബയിൽ നമുക്ക് ഇന്നലെ പറയാവുന്നില്ലല്ലോ. ഖുത്ബയിൽ നബി പറഞ്ഞതേ പറയാവുന്നുണ്ടെങ്കിൽ പിന്നെ നബിയുടെ ഖുത്ബയാണ് ഇവിടെ എടുത്ത് വായിക്കേണ്ടത്. നബി പറഞ്ഞ അതേ ഖുത്ബ അതേപോലെ പറയണമെന്നില്ല. ഖുത്ബയിൽ ആളുകൾക്ക് എന്താണോ ദീനിയായി ഉപദേശം കിട്ടേണ്ടത് ആ ഉപദേശം നൽകാൻ തന്നെയാണ് ഖുത്ബ. ഖുത്ബയുടെ റുക്കനായി എണ്ണി പറഞ്ഞ ഒന്നാണ് ഖുത്ബയിൽ വഅ്ള് വേണം. വഅ്ള് പറഞ്ഞാൽ ഉപദേശം. ഷാഫി മദ്ഹബിലടക്കം ഖുത്ബക്ക് 5 റുക്കന്, അതിൽ ഒരു റുക്കനാണ് തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യൽ. അതേപോലെ വഅ്ള് ഉപദേശം കൊടുക്കൽ, അതൊക്കെ ഷാഫി മദ്ഹബിലുണ്ട്. ഇപ്പം നബിയുടെ ഖുത്ബയെ പറ്റി പറഞ്ഞു, കാനലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബത്താനി യജ്ലിസു ബൈനഹുമാ യഖ്റഉൽ ഖുർആന വയദക്കുറുൻ നാസ്. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബിക്ക് 2 ഖുത്ബയുണ്ടായിരുന്നു. ആ ഖുത്ബക്കിടയിൽ നബി ഇരിക്കുമായിരുന്നു. യഖ്റഉൽ ഖുർആന, ആ ഖുത്ബയിൽ നബി ചെയ്യുക ഖുർആൻ പാരായണം ചെയ്യും. വയുദക്കിറുൻ നാസ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. ഈ ഹദീസാണ് ഷാഫി മദ്ഹബിൽ ഖുത്ബയിൽ വഅ്ള് വേണം എന്ന് പറയാൻ തെളിവായി പിടിച്ചത്. ഖുത്ബയിൽ വഅ്ള് ആവശ്യമാണ്, വഅ്ള് ഇല്ലെങ്കിൽ ഖുത്ബ ശരിയാവില്ല. തെളിവ് നബിയുടെ ഖുത്ബയെ പറ്റി പറഞ്ഞ ഈ ഒരു ഹദീസാണ് ഷാഫി മദ്ഹബിൽ അത് തെളിവായി സ്വീകരിച്ചത്. സഹീഹ് മുസ്ലിം നബി ഇമാമൊക്കെ പറയുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നബി പറഞ്ഞതേ ഖുത്ബ പറയാവൂ, സ്വഹാബികൾ പറഞ്ഞതേ പറയാവുന്നു. ഇപ്പം നബി പറഞ്ഞതേ ഖുത്ബയാണോ ഖലീഫമാർ നടത്തിയത്? അല്ല, അതിൽ മാറ്റമുണ്ട്. ഇപ്പം ഖലീഫമാർ ഖുത്ബക്കിടയിലും പല ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. ഉമർ ഖത്താബ് ഇബ്രാഹിമാണ് പറഞ്ഞത്, അസാനിത്തു വസാനി ഫജിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ എന്ന ആയത്ത് ഓതി ഉമർ ഖത്താബ് പറഞ്ഞു. ഈ ആയത്ത് ഓതിയിട്ട് ഭാവിയിൽ ചില ആളുകൾ രംഗത്ത് വരും. അവർ പറയും, അള്ളാഹുവിൻ്റെ കിതാബിൽ വ്യഭിചാരി എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞിട്ടില്ല, അടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് എറിഞ്ഞു കൊല്ലുക എന്ന ഹുക്കം ഇസ്ലാമിലില്ല എന്ന് വാദിക്കുന്ന ആളുകൾ ഭാവിയിൽ വരാനുണ്ട്. ഈ ആയത്ത് അവർ തെളിവായിക്കൊണ്ട് ഓതും. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അറിയണം, അള്ളാഹുവിൻ്റെ റസൂൽ വ്യഭിചാരിയെ എറിഞ്ഞു കൊന്നിട്ടുണ്ട്, അബൂബക്കറും ഉമറും അതിന് സാക്ഷികളായിട്ടുണ്ട്. ശേഷം അദ്ദേഹം പറഞ്ഞു, ഈ ഖുർആൻ ആയത്ത് ഓതുന്നവർക്കെല്ലാം കാണുമാറ് ഇതിൻ്റെ സൈഡിൽ എഴുതി വെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നബി എറിഞ്ഞു കൊന്നിരിക്കുന്നു, അബൂബക്കറും ഉമറും സാക്ഷിയായിരിക്കുന്നു എന്ന് എഴുതി വെക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഏതെങ്കിലും ജാഹിലുകൾ പിൽക്കാലത്ത് പറഞ്ഞാലോ അള്ളാഹിൻ്റെ കിതാബിൽ ഉമറിൻ്റെ വക എഴുതി വെച്ചു എന്നെങ്ങാനും പല ജാഹിലീങ്ങളും പറയുമോ എന്ന ആശങ്ക കൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല എന്നദ്ദേഹം മിമ്പറിൽ വെച്ച് പ്രഖ്യാപിച്ചു. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബീ ശൈബ വിശദമായി മുസന്നഫിൽ ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അതൊക്കെ ഖുത്ബയിലാവാം. ഖുത്ബയിൽ അങ്ങനെ ഉപദേശങ്ങൾ നൽകാം, ചോദ്യങ്ങൾ ചോദിക്കാം, അതേപോലെ വിശദാംശങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെടാം, അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാം, അതൊക്കെ ആവാം. അത് ഖത്തീബിന് വേണമെങ്കിൽ അധികാരമുണ്ട് എന്ന് നബിയുടെയും സ്വഹാബിമാരുടെയും ഈ ചെയ്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ഒന്നും അറിയാതെ ഒരു ഏട് നോക്കി അതെങ്ങനെ വായിച്ചു പോവുക, ഖത്തീബും ആളുകളും യാതൊരു ബന്ധവുമില്ല, അതല്ല യഥാർത്ഥത്തിൽ ഖുത്ബ എന്നത്.